അപ്പോൾ ഞാൻ സ്വന്തമായിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യാന്നുള്ള പ്ലാൻ വന്നു. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ ഒരു സ്റ്റോർ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ഇന്ത്യൻ അക്കൗണ്ട് വെച്ച് എൻ്റെ ഒരു ഇന്ത്യൻ അന്ന് നമുക്ക് പുറത്തുള്ള അക്കൗണ്ട് ഇല്ലാത്തതുകൊണ്ട് ഒരു ഇന്ത്യൻ അക്കൗണ്ട് വെച്ചിട്ട് ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട് ചെയ്തിട്ട് എന്താ പറയുക, അത് പക്ഷെ പെട്ടെന്ന് തന്നെ അത് ക്ലോസ് ചെയ്യേണ്ടി വന്നു, ഇന്ത്യൻ അക്കൗണ്ട്. കാരണം നമുക്ക് ഇന്ത്യയിൽ വെച്ചിട്ട് നമുക്കത് ചെയ്യാൻ പറ്റില്ല. ഇന്ത്യയിൽ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യാൻ പറ്റില്ല. അല്ല, ഇന്ത്യൻ അക്കൗണ്ട്സ് വെച്ചിട്ട് നമുക്ക് പേപ്പാൽ മാത്രം, കാരണം പേയ്മെന്റ് ഗേറ്റ്വേ നമുക്ക് അപ്രൂവ് ആയി കിട്ടത്തില്ല, സ്ട്രൈപ്പ് ഒന്നും അപ്രൂവ് ആയി കിട്ടത്തില്ല. പിന്നെ ഇന്ത്യൻ ബാങ്ക് അക്കൗണ്ട് വെച്ചിട്ട് നമുക്ക് പേപ്പാൽ മാത്രമേ ഓപ്പൺ ചെയ്ത് കിട്ടാൻ പറ്റൂ. പക്ഷെ പേപ്പാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ പേപ്പാൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ച് അത് അവരുടെ പോളിസിക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ ആ ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ എവിടെ നിന്നാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്? ഇപ്പൊ ഈ പേപ്പാൽ ഒന്നും അവരുടെ പോളിസി പ്രകാരം ഈ ഡ്രോപ്പ് ഷിപ്പിംഗ് സപ്പോർട്ട് ചെയ്യില്ല. കാരണം അത് എവിടെ നിന്നാണ് ഷിപ്പ് ചെയ്യുന്നത്, എന്താണ് ചെയ്യുന്നതെന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ പേപ്പാൽ ചോദിക്കും. ആ ഒരു കാര്യം ആ ഒരു ട്രാക്ക് നമ്മൾ കൊടുക്കണം. അപ്പൊ നിങ്ങള് അത് മുന്നോട്ട് പോകണില്ല? ഇല്ല, അത് എനിക്ക് തോന്നുന്നു ഒരു 4-5 ഓർഡർ ചെയ്തപ്പോൾ തന്നെ പേപ്പാൽ ബ്ലോക്ക് ചെയ്തു. പിന്നെ പേപ്പാൽ പിന്നെ പേയ്മെന്റ് ഗേറ്റ് വേറെ ഓപ്ഷൻ ഇല്ല. പിന്നീട് ഞാൻ എൻ്റെ ഒരു കോഫൗണ്ടർ ആയിട്ടുള്ള പുള്ളി UK-ലുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി UK നമ്മളൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്ത് ഇത് നമുക്കൊരു സ്റ്റോർ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള പ്ലാനിൽ നമ്മൾ UK-ലെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഒരു സ്റ്റോർ തുടങ്ങി. എനിക്ക് കാര്യങ്ങൾ അറിയാം. പിന്നെ നമുക്ക് ഈ എങ്ങനെ പ്രോഡക്ട്സ് കണ്ടുപിടിക്കുന്നതെന്നുള്ള ടൂൾസുകളൊക്കെ, ഈ ഡ്രോപ്പ് ഷിപ്പ് സ്പൈ എന്ന് പറഞ്ഞ ടൂളൊക്കെ ഉണ്ടായിരുന്നു അന്ന്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ പല പ്രോഡക്ട്സ് ഒക്കെ എടുത്തു, നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. നമ്മളതിലുള്ള ബഡ്ജറ്റ് എനിക്ക് തോന്നുന്നു അന്നത്തെ ഒരു 1,500 to 2,000 പൗണ്ട്സ് ഇട്ടാണ് നമ്മൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്, ഡ്രോപ്പ് ഷിപ്പിംഗ്. അതായത് അത് ബഡ്ജറ്റ് ആണോ? ടോട്ടൽ ബഡ്ജറ്റ്. നമുക്ക് പിന്നെ വേറെ എക്സ്പെൻസ് ഇല്ല, ആഡ്സ് ചെയ്യാന്നുള്ള എക്സ്പെൻസ് അത് മാത്രമേ എക്സ്പെൻസ് ഉള്ളൂ. പിന്നെ എന്താ ലാഭം കിട്ടിക്കഴിഞ്ഞാൽ വീതിച്ചെടുക്കുക. അതെ. അപ്പോൾ അതിനകത്ത് അത്യാവശ്യം ഒരു 20-30 ഓർഡേഴ്സ് ഡെയിലി ക്ലോക്ക് ചെയ്യാന്നുള്ള മോഡലിൽ നമുക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ പിന്നെയും നമുക്ക് സ്കെയിൽ ചെയ്യാന്നുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് ബഡ്ജറ്റിന്റെ ഒക്കെ കൺസ്ട്രെയിൻ ഉള്ളതുകൊണ്ട് നമ്മൾ ആ ഒരു ബഡ്ജറ്റിൽ തന്നെ ഏകദേശം ഒരു 40-50 ഓർഡേഴ്സിൽ ഡെയിലി സ്കെയിൽ ചെയ്യുന്നുള്ള മോഡലിൽ നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. അത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 6-7 മാസം പോയി ആ ലെവലിൽ. പല പ്രോഡക്ട്സ് നമ്മൾ ടെസ്റ്റ് ഔട്ട് ചെയ്യുന്നതിൽ ഒരു 10 ടെസ്റ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ 2 നമുക്ക് നല്ല രീതിയിൽ കിട്ടും. അത് നമ്മളതിലുള്ള ബഡ്ജറ്റ് വെച്ച് സ്കെയിൽ ചെയ്യും. പിന്നെ അതിനകത്ത് നമ്മൾ പ്രോഫിറ്റ് കൊടുക്കുമായിരുന്നു, ചെറിയ ലെവലിൽ പ്രോഫിറ്റും തിരിച്ചെടുക്കുമായിരുന്നു. പിന്നെയും ആ ബഡ്ജറ്റിനെ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെ അത് ചെയ്ത് മുന്നോട്ട്. പക്ഷേ എത്ര ലെവലിൽ പ്രോഫിറ്റ് നിങ്ങൾ എടുത്തിരുന്നു ആ സമയത്ത്? പ്രോഫിറ്റ് എടുക്കാന്ന് പറഞ്ഞാൽ ഒരു 2-3% ഒക്കെ ഉണ്ടായിരുന്നോ? 10 ഒക്കെ പോകുമായിരുന്നു. 10-15. കാരണം നല്ല ഇപ്പൊ ഒരു AliExpress കിടക്കുന്ന സ്ഥാനം ഒരു $2 ആണെങ്കിൽ നമ്മളിവിടെ വയ്ക്കുന്നത് മിനിമം ഒരു $14-15 എന്നുള്ള രീതിയിലാണ് നമ്മൾ വയ്ക്കുന്നത്. മനസ്സിലായി. അപ്പൊ ഈ ഫ്രീ പ്ലസ് ഷിപ്പിംഗ് ഒക്കെ അന്നും സാച്ചുറേറ്റ് ആയില്ല. അന്നും പല പ്രോഡക്ട്സിലും അത് വർക്കൗട്ട് ആവുക, പക്ഷെ എല്ലാ പ്രോഡക്റ്റിലും വർക്കൗട്ട് ആവില്ലായിരുന്നു. അപ്പോൾ അത് ആ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയി. ഏകദേശം ഈ ഇ-കോമേഴ്സിന്റെ ആ Q4 ടൈം ഉണ്ടല്ലോ, ആ Q4 ടൈം എത്തി. ഞാൻ ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി, ആ Q4, അതായത് ആ പിന്നെ ക്രിസ്മസിനോടനുബന്ധിച്ച് സൈബർ മൺഡേ അതിപ്പോഴും ഭയങ്കര സംഭവം. BFCM അത് ഭയങ്കര ഇതാണ്. അപ്പോൾ ആ സമയം അന്നാണ് ആ ഒരു സമയത്താണ് അന്നാണ് ആദ്യമായിട്ട് ഈ ബ്ലാക്ക് ഫ്രൈഡേ ഭയങ്കര ഇപ്പൊ ഈ അഡ്വാൻ മോഡ്സിനെയൊക്കെ നമുക്ക് അന്ന് അറിയാന്നുള്ളതുകൊണ്ട് ഇത് ബേസ്ഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് ഈ യൂട്യൂബിൽ നിൽക്കുന്ന ആളുകളെ ഞാൻ ഫോളോ ആയിട്ടുണ്ടായിരുന്നു. ഇവർ ഈ ബ്ലാക്ക് ഫ്രൈഡേ നമുക്ക് ഇങ്ങനെ നല്ല രീതിയിൽ ഏറ്റവും കൂടുതൽ സെയിൽ വരുന്ന സമയമാണ്, നമുക്ക് സ്കെയിൽ ചെയ്യണം എന്നുള്ള ഒരു സ്പെഷ്യൽ പ്രൊമോഷൻസ് ഒക്കെ നമ്മൾ കൊടുക്കണം. അപ്പോൾ അങ്ങനെ എല്ലാവരും പറയുമായിരുന്നു. അപ്പോൾ നമ്മളും ബ്ലാക്ക് ഫ്രൈഡേക്ക് ആ ഒരു ടൈമിന് Q4 വേണ്ടി നമ്മൾ സ്പെഷ്യൽ പ്രോഡക്റ്റ് ഒക്കെ നമ്മൾ അനലൈസ് ചെയ്യാൻ പ്ലാൻ ചെയ്തു. അപ്പോൾ അങ്ങനെ ഇങ്ങനെ നോക്കിയിരുന്നപ്പോൾ നമ്മളിങ്ങനെ അനലൈസ് ചെയ്തപ്പോൾ എനിക്കൊരു പ്രോഡക്റ്റ് കിട്ടി. എന്ന് പറഞ്ഞാൽ നമുക്ക് അന്ന് കുറച്ചുകൂടെ നമ്മളെ ബഡ്ജറ്റ് കുറച്ചുകൂടെ കൂട്ടിയിട്ട് ബ്ലാക്ക് ഫ്രൈഡേക്ക് ഒരു മിനിമം ഒരു 3,000-4,000 പൗണ്ട്സിന് ചെയ്യണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. കുറച്ചുകൂടെ സെയിൽ എടുക്കാം. എത്ര ഓർഡേഴ്സ് കിട്ടും ആ 3,000-4,000 റേഞ്ചിൽ? ഞാൻ എക്സ്പെക്ട് ചെയ്ത് അന്ന് ഒരു 150-200 ആ ഓർഡേഴ്സിന് അടുപ്പിച്ച് നമുക്ക് ഡെയിലി എടുക്കാന്നുള്ള ഒരു പ്ലാനിലായിരുന്നു നമ്മൾ. ഈ പിന്നെ ബഡ്ജറ്റ് മൊത്തം നിങ്ങൾ യൂസ് ചെയ്യുന്ന ആഡ്സ് റൺ ചെയ്യും. നമുക്ക് എത്ര ഒരു മാക്സിമം അന്ന് 2 പൗണ്ട്സിനൊക്കെ ഉള്ളൂ മാക്സിമം നമുക്കൊരു ഓർഡർ കിട്ടുമായിരുന്നു. 2-5 ചില പ്രോഡക്ട്സ് ഒക്കെ 10 ഒക്കെ പോകുമായിരുന്നു. പക്ഷെ ഒരു 5 ഒക്കെ ആവറേജ് ആയിരുന്നു. കാരണം അന്ന് ആ കോമ്പറ്റീഷന്റെ കുറവ് ആയിരുന്നു ഏറ്റവും അഡ്വാൻറ്റേജ്. അതായത് ബേസിക്കലി നിങ്ങൾ ഒരു ഓർഡർ മേൽ നിങ്ങൾ ഏകദേശം സ്പെൻഡ് ചെയ്യുക 2-5 പൗണ്ട്സ് പെർ ഓർഡർ. പിന്നെ ഈ പ്രോഡക്ട്സ് നമ്മൾ ഫുൾഫിൽ ചെയ്യുമ്പോഴും അന്ന് റീഫണ്ട്സ് ഒന്നും അത്ര ഇല്ല. കാരണം നമ്മൾ കസ്റ്റമറിനെ കുറിച്ച് ചിന്തിക്കില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ കസ്റ്റമറിന് സാധനം വിൽക്കണം, പ്രോഫിറ്റ് ആക്കണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. കസ്റ്റമറിന് സപ്പോർട്ടിന് വേണ്ടി ഒരു സപ്പോർട്ട് മെയിലാണ് കൊടുത്തിട്ടുള്ളത്, വേറെ ചാറ്റ് സിസ്റ്റം അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. ഇത് ചില ആളുകൾ എനിക്ക് പ്രോഡക്റ്റ് ഇഷ്ടപ്പെടില്ലെന്നൊക്കെ പറയുന്നെങ്കിലും നമ്മൾ ചില സമയത്തൊക്കെ അവർ റീഫണ്ട് ഈ അവിടുത്തെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ അവർക്ക് ബയർ പ്രൊട്ടക്ഷൻ ഗ്യാരണ്ടി ഉള്ളതുകൊണ്ട് അവർക്ക് ചാർജ് ബാക്ക് ചെയ്യാം.
അങ്ങനെ കുറച്ച് ചാർജ് ബാക്സുകൾ വന്നു. പക്ഷെ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യില്ല. ഒരു 5% 10% ചാർജ് ബാക്സുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കസ്റ്റമർ സപ്പോർട്ട് നമ്മൾ നോക്കൂലേ, ആ മെയിലൊക്കെ വരുന്നത് വല്ലപ്പോഴൊക്കെ തിരിച്ച് റിപ്ലൈ ചെയ്യുള്ളൂ. കാരണം നമുക്ക് ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ എന്നും ആഡ്സ് ചെയ്യുക, പുതിയ പ്രോഡക്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുക, അതിനെ മാക്സിമം സ്കെയിൽ ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക, അതിൽ നിന്ന് പ്രോഫിറ്റ് എടുക്കുക, അതൊന്ന് ഡെഡ് ആകുമ്പോൾ അടുത്ത പ്രോഡക്റ്റിലോട്ട് മൂവ് ചെയ്യുക. ഇതാണ് നമ്മുടെ പ്ലാൻ. അന്ന് പിന്നെ ഈ നമുക്ക് ഇങ്ങനെ ഷോപ്പിഫൈ ബ്ലോക്കോ അങ്ങനെയുള്ള ഇഷ്യൂസോ അങ്ങനെ ഒന്നുമില്ല. ആഡും അത്ര ബ്ലോക്ക് ആവത്തില്ല. ആഡ് ഫേസ്ബുക്ക് ആഡ്സും ബ്ലോക്ക് ആവും. വളരെ ഏർലി സ്റ്റേജസ്. അതെ. ഇപ്പം ഇങ്ങനെ ചെയ്തുകൊണ്ടപ്പോഴാണ് ഈ ബ്ലാക്ക് ഫ്രൈഡേക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ പുതിയ ഒരു പ്രോഡക്റ്റ്, ആ ഒരു ടൈമിന് വേണ്ടി പുതിയൊരു പ്രോഡക്റ്റ്. അപ്പോൾ എനിക്ക് ഏകദേശം നവംബർ മിഡോളം ആയി ആ സമയം. 2017 ലാസ്റ്റാണ് ആ ടൈം. ഈ ഒരു ഫിംഗർലിംഗ് മങ്കി എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ്. ഈ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ അവിടെ അത് ഭയങ്കര ട്രെൻഡായി ഇതിൻ്റെ വീഡിയോ ഒക്കെ. ഈ ഒരു മങ്കി എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഒരു ടോയ് ആണ്. ഈ ഒരു മങ്കി ഇങ്ങനെ വെച്ചിട്ട് ഇതിലിങ്ങനെ തൊടുമ്പോൾ ആ മങ്കി ഇങ്ങനെ തലയൊക്കെ തിരിക്കും. അങ്ങനെ ഒരു പ്രോഡക്റ്റ്. അപ്പൊ അത് നല്ല രസമായിരുന്നു, കാണാൻ നല്ല രസമായിരുന്നു. അപ്പൊ ഇത് നല്ല കുട്ടികൾക്കൊക്കെ കുട്ടികളുടെ ഭയങ്കര ഇഷ്ടപ്പെടും. വലിയ ആളുകൾ എടുത്ത് വെച്ച് കളിക്കുന്ന അങ്ങനെയൊക്കെ വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടു. കാരണം ഈ ഡ്രോപ്പ് ഷിപ്പ് സ്പൈ എന്ന് പറഞ്ഞാൽ ആ ആപ്പ് അന്ന് യൂസ് ചെയ്യുന്നപ്പോൾ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ക്രിയേറ്റീവ്സ് അവർ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്ത് ലോകത്ത് നടക്കുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ക്രിയേറ്റീവ്സ് ആ ടൂൾ നമുക്ക് ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നു. അപ്പൊ അങ്ങനെയാണ് പ്രോഡക്റ്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തത്. ആ ടൂൾ ഇപ്പോഴും ഉണ്ടോ? ഇപ്പോഴും ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ട് അവർ പറഞ്ഞു തരും ഏത് ആഡാണ് ഇപ്പൊ വർക്ക് ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ എൻഗേജ്മെന്റ് ഉള്ള ആഡ്, ഏറ്റവും കൂടുതൽ ക്ലിക്ക് പോയിട്ടുള്ള ആഡ്, അങ്ങനെയൊക്കെ ആക്ച്വലി വെരി യൂസ്ഫുൾ ഫോർ മീ. നമ്മളിപ്പോ ഇ കൊമേഴ്സ് ചെയ്യുകയാണെങ്കിലും നമുക്ക് നോക്കാമല്ലോ ഇന്ന പ്രൊഡക്റ്റിന് ഏത് ആഡാണ് വേൾഡ് വൈഡ് ഏതാ വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ ഒരുപാട് ടൂളുണ്ട്. ഇപ്പൊ ഒരുപാട് ടൂളുണ്ട്. പേര് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ നമ്മൾ ഏജൻസിയിലൊക്കെ യൂസ് ചെയ്യുന്ന ടൂൾസുകളുണ്ട്. മനസ്സിലായി. നമ്മളൊരു ബ്രാൻഡ് നമ്മൾ ഇത് ചെയ്യുമ്പോൾ അപ്പോൾ ആ ബ്രാൻഡിന്റെ കോമ്പറ്റീറ്റേഴ്സിനെ നോക്കും. അപ്പോൾ അങ്ങനെ അവരുടെ എല്ലാ അനലിറ്റിക്സും കിട്ടുന്ന ടൂൾസുകളുണ്ട്. ഇപ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിലും ഇതൊരിക്കലും ഞാൻ വർക്ക്ഔട്ട് ചെയ്യാത്ത സാധനം കംപ്ലീറ്റ് ആയിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണോ ഈ ഇതല്ലേ SEM ബ്രഷ് ഒക്കെ നമുക്ക് ഗൂഗിൾ ആഡ്സിന്റെ ഒക്കെ അനലിറ്റിക്സ് പറയുന്നത് പോലെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കിട്ടും. നല്ല ലെവലിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ടൂൾസുകളുണ്ട്. അപ്പോൾ ഫിംഗർലിംഗ് മങ്കി നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തു. അത് കൊള്ളാം സാധനം. ഞാൻ വലിയ സ്ട്രെസ് നോക്കിയപ്പോൾ സാധനം ഇതെന്തായാലും വർക്ക് ചെയ്യും. ബ്ലാക്ക് ഫ്രൈഡേ നമ്മളൊന്ന് ഞാൻ എൻഗേജ്മെന്റ് ആഡ് ഇട്ട് നോക്കി. എൻഗേജ്മെന്റ് ആഡ് ഇപ്പോൾ നല്ല എൻഗേജ്മെന്റ് ആഡിൽ തന്നെ എനിക്ക് 3-4 സെയിൽ വന്നു. അപ്പോൾ നമുക്കത് അന്നത്തെ ഒരു വാലിഡേഷൻ അങ്ങനെയായിരുന്നു. നമ്മൾ ആദ്യം ഒരു പ്രോഡക്റ്റ് ഒരു എൻഗേജ്മെന്റ് ആഡ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിൽ ആളുകൾ എങ്ങനെ കമന്റ് ചെയ്യുന്നു, ആളുകൾ എങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്നു, ആ എൻഗേജ്മെന്റ് ആഡിൽ തന്നെ നമുക്കൊരു 3-4 സെയിൽ വന്നു കഴിഞ്ഞാൽ ഇത് പെർഫെക്റ്റ് വിന്നറായിരുന്നു അന്ന്. അങ്ങനെയായിരുന്നു നമ്മളത് അനലൈസ് ചെയ്യുന്നത്.